നമസ്കാരം. ചുമ്മാ ഇരുന്നവനെ ചുണ്ണാമ്പ് തേച്ചു എന്ന് പറയുന്ന പോലെ വെറുതെ ഇരുന്ന പിണറായി വിജയനെ സംഘി ചാപ്പകുത്താൻ ശ്രമിച്ച ലീഗ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ആ ചെറിയ ചൊറിച്ചിലിന് വലിയൊരു മാന്തൽ മറുപടിയായി കൊടുത്തപ്പോ വല്ലാതെ പൊള്ളുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സുപ്രഭാതം പത്രത്തിലൂടെ നിലച്ചിരിക്കാതെ ആ ഒളിച്ചു കടത്തൽ രാഷ്ട്രീയത്തിന്റെ തീവ്രത വലിച്ചുവാരി വെളിയിട്ടതോടുകൂടി പൊള്ളലിന്റെ തീവ്ര വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ മൂട്ടിപ്പോയിട്ട് ഇപ്പോ കെ ടി ജലീലും കൂടി തീയിടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോ ഇരവാദം ഉന്നയിക്കുകയാണ്. ഒരാളെ വെറുതെ അനാവശ്യമായിട്ട് ലീഗുകാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം തങ്ങൾ എന്ന ലേബലിൽ ഇറങ്ങി വീട് വീടാന്തരം കയറി കുടുംബയോഗങ്ങളിൽ സംഘി ചാപ്പ കുത്തിയതിനു ശേഷം അത് ശ്രദ്ധയിൽപ്പെട്ടാൽ മിണ്ടാൻ പാടില്ല. തങ്ങളാണ്, കൊടപ്പനയ്ക്കലായാലും കൊടപ്പനക്കുന്നായാലും ഈ നാട്ടുകാർക്ക് സെയിമാണ്. രാഷ്ട്രീയ പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചാൽ ഇനി ഏത് തങ്ങളായിരുന്നാലും മറുപടി പറയും. അതിൽ ഏത് കൊടപ്പനയ്ക്കലായിരുന്നാലും കൊടപ്പനക്കുന്നായിരുന്നാലും ഒരു തരത്തിലുള്ള ദാക്ഷിണ്യം ഉണ്ടാവില്ല. വെറുതെ ഇരുന്നവനെ ചുണ്ണാമ്പ് തേച്ചിട്ട് മറുപടി കിട്ടുമ്പോ അയ്യോ എന്നെ ജമാഅത്തുകാരനാക്കി എന്നുള്ള മോങ്ങലിനാണ് ഇപ്പോ അതിഗംഭീരമായിട്ടുള്ള ഒരു മറുപടി കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. വായിച്ച പൊള്ളലിന്റെ തീവ്രത വീണ്ടും മറ്റേ മോങ്ങാനിരുന്നവന്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ അവസ്ഥയാകും. അതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. ഇതിനേക്കാൾ മികച്ച രീതിയിൽ ഒരു മറുപടി ഇനി കൊടുക്കാനില്ല എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് കേൾക്കാം. ആ പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ലീഗിന്റെ പിടച്ചിലും. ഇതാണ് ക്യാപ്ഷൻ. തുടർന്നങ്ങോട്ട് CPIM-ഉം കോൺഗ്രസും കഴിഞ്ഞാൽ കേരളത്തിലെ മൂന്നാമത്തെ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി തങ്ങൾ. അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ലെന്ന മട്ടിൽ ചില പ്രസ്താവനകളൊക്കെ കണ്ടു. മുഖ്യമന്ത്രിയെയും എതിർ രാഷ്ട്രീയ പാർട്ടികളെയും സാദിഖ് അലി തങ്ങൾ വിമർശിച്ചാൽ അതേ നാണയത്തിൽ തങ്ങളെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കും. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയുന്നതും കേൾക്കേണ്ടി വരും. വിമർശിക്കപ്പെടരുത് എന്ന് നിർബന്ധമുണ്ടെങ്കിൽ വിമർശനം ക്ഷണിച്ചു വരുത്തുന്ന പ്രസ്താവനകളിൽ നിന്നും രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്നും സാദിഖ് അലി തങ്ങൾ മാറി നിൽക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമി അംഗത്തെ പോലെ സംസാരിക്കുന്നു. നേരത്തെയുള്ള തങ്ങൾ എല്ലാവരാലും ആദരിക്കപ്പെട്ട ആളായിരുന്നു. ഈ പ്രസ്താവനയിൽ ലീഗ് നേതാക്കൾ തെറ്റ് കാണുന്നത് എവിടെയാണ്? ജമാഅത്ത് ഇസ്ലാമി അംഗം സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു എന്നുള്ളത് അത്രയ്ക്ക് അപരാധമായിട്ടാണോ ലീഗ് കരുതുന്നത്? സമീകരണത്തിന് പോലും അർഹതയില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ എന്തിനാണ് ലീഗ് സ്വന്തം ആലയിൽ കെട്ടിയിരിക്കുന്നത്? ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കലാണ് ജമാഅത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നറിഞ്ഞിട്ടും ലീഗ് CH-ന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്നത് കാണുമ്പോൾ അഭ്യുദയകാംക്ഷികൾക്ക് പ്രയാസം തോന്നുക സ്വാഭാവികം. സംഘിഭാഷയാണ് പിണറായിയുടേതെന്ന് ലീഗിന് പറയാമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അംഗത്തെ പോലെയാണ് സാദിഖ് അലി തങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയാൻ മറുഭാഗത്തുള്ളവർക്കും അവകാശമില്ലേ? ഒരു പാലമിടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനാണ്. ആ ഓർമ്മ എല്ലാവർക്കും വേണം. പാണക്കാട് പ്രേമികൾക്ക് വിമർശനം സഹിക്കുന്നില്ലെങ്കിൽ ലീഗ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് സാദിഖ് അലി തങ്ങളെ മാറ്റി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതാകും നല്ലത്. പാണക്കാട് തങ്ങന്മാരെ രാഷ്ട്രീയ നേതൃത്വം കൈയാളുന്നതിൽ നിന്ന് ഒഴിവാക്കി നിർത്തി മത സംഘടനാ നേതൃത്വത്തിലും ഖാളി ഫൗണ്ടേഷനിലും പരിമിതപ്പെടുത്തിയാൽ മാത്രമേ അവർ വിമർശനത്തിന് അതീതരാകൂ. അങ്കത്തട്ടിൽ കളരിക്കിറങ്ങിയ ചേകവരെ തൊടാൻ പാടില്ലെന്ന് പറയും പോലെ അസംബന്ധമാണ് രാഷ്ട്രീയ കളരിയിൽ സജീവമായി നിൽക്കുന്ന സാദിഖ് അലി തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നത്. അന്തരിച്ച ആര്യാടൻ മുഹമ്മദിനോളം പാണക്കാട് കുടുംബത്തെ അധിക്ഷേപിച്ചവർ മറ്റാരും ഉണ്ടായിട്ടില്ല. അന്നെന്തേ ലീഗ് നേതാക്കളുടെയും കോൺഗ്രസ് നേതാക്കളുടെയും നാക്ക് പൊങ്ങിയില്ല? കുടപ്പനക്കുന്ന് തറവാട്ടിലെ തങ്ങന്മാരെ പണ്ടത്തെ അഖിലേന്ത്യാ ലീഗ് അഥവാ വിമത ലീഗ് നേതാക്കൾ അപഹസിച്ച പോലെ മറ്റാരും പരിഹസിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അവരെല്ലാം ഇന്ന് ലീഗ് നേതൃനിരയിലെ പ്രമുഖന്മാരാണ്. അവരൊക്കെ നേരിട്ടിട്ട് പോരെ നാട്ടുകാരുടെ മെക്കിട്ട് കയറൽ? തുർക്കിയിലെ അസോഫിയ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ അതേ അഭിപ്രായമാണ് സാദിഖ് അലി തങ്ങൾ ഏറ്റെടുത്ത് ലേഖനമാക്കി ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചത്. അതിന്റെ അവസാന പാരഗ്രാഫ് ഇങ്ങനെ വായിക്കാം: ഭരണപക്ഷം പ്രതിപക്ഷം എന്ന വ്യത്യാസമില്ലാതെ തുർക്കി ജനത ഒന്നടങ്കം ആവശ്യപ്പെട്ട ടർക്കിഷ് റിപ്പബ്ലിക്കിന്റെ രേഖകളിൽ പള്ളിയായി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട റിപ്പബ്ലിക്കിന്റെ ആദ്യ 6 വർഷം പള്ളിയായി നിലനിന്ന ആരാധനാലയം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കാതിരിക്കലല്ലേ യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധം? ആരാധനാലയങ്ങളും പള്ളികളും താഴിട്ട് പൂട്ടുന്ന
പാശ്ചാത്യ മതേതരത്വത്തിൽ നിന്ന് ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്ന കിഴക്കൻ മതേതരത്വത്തിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണ് അയാ സോഫിയയുടെ പള്ളി പുനഃസ്ഥാപനമെന്ന് നിസ്സംശയം പറയാം. സാദിഖ് അലി തങ്ങൾ, പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗ് ചന്ദ്രിക. ഇതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരം ഒരു പ്രസ്താവന നടത്തിയത്. അതിലെന്താണ് തെറ്റ്? ഇതാണ് കെ ടി ജലീലിന്റെ ചോദ്യം. ഇതോടൊപ്പം ഇന്നിപ്പോ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ച ആ പരസ്യവും ഒപ്പം നേരത്തെ ചന്ദ്രികയിൽ സാദിഖ് അലി തങ്ങൾ എന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എഴുതിയ ലേഖനത്തിന്റെ ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭിപ്രായം പറയാം, അദ്ദേഹത്തിന് രാഷ്ട്രീയമായി നിൽക്കുന്ന നേതാക്കന്മാരെ വിമർശിക്കാം, പ്രത്യേകിച്ച് എതിർചേരിയിൽ നിൽക്കുന്നവരെ. അവർക്ക് മറുപടി പറയാതിരിക്കാൻ ഇത് പഴയ രാജഭരണകാലമല്ല എന്ന് മാത്രമേ ജലീലിന്റെ ഭാഷയിൽ കൂടി പറഞ്ഞു വെക്കുകയാണെങ്കിൽ തങ്ങന്മാരെയും തങ്ങൾ ഫാൻസുമാരെയും ഓർമ്മിപ്പിക്കാനുള്ളൂ. അതിന്റെ പേരിൽ നിങ്ങൾക്ക് പൊള്ളലേറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാനില്ല. നിങ്ങൾ പറഞ്ഞാൽ തിരിച്ച് മറുപടി കിട്ടും. സ്വാഭാവികമായി അത് കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ വായും വെച്ചുകൊണ്ട് മിണ്ടാതിരുന്നോളണം. അല്ലാതെ ആരെ ഇറങ്ങി വിമർശിക്കും, ആർക്കെതിരെയും ഇല്ലാത്ത കാര്യങ്ങൾ ചാപ്പ കുത്തി കൊടുക്കാൻ തങ്ങന്മാർക്ക് അവകാശമുണ്ടെന്ന് സ്വയം ധരിച്ചുകൊണ്ട് വിമർശിച്ചാൽ അതേ നാണയത്തിൽ ഒരണുകിട വ്യത്യാസമില്ലാതെ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ പൊള്ളലേൽക്കുകയാണെങ്കിൽ വച്ചനത്തുക അല്ലാതെ മറ്റ് നിർവാഹമില്ലെന്ന് മാത്രമേ അത്തരക്കാരോട് പറയാനുള്ളൂ.